കാശിയുടെ രഹസ്യം വെളിപ്പെടണമെങ്കിൽ കാശി വിചാരിക്കണം. എന്തായിരിക്കും ഇത്രമാത്രം അഘോരികൾ കാശിയിലേക്ക്? കാശി വിശ്വനാഥൻ മാത്രമല്ല, നമ്മൾ ഈ പറയില്ലേ അവിടെ 64 ഭൈരവന്മാരുണ്ട്, 56 ഗണപതിമാരുണ്ട്. അക്കരയിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അറിയാവുന്ന ഒരു വൈബ്രേഷൻ നമ്മളിങ്ങനെ, അതായത് നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. കാല് വിറച്ചിട്ട് നമുക്ക് ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നാൽ ശരി ഇക്കരെ വന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നോക്കുമ്പോൾ രാത്രിയുടെ ശബ്ദവും ഗ്രെയിൻസും മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ് ഈ മോക്ഷമൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ജ്ഞാനമുണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാശി പറഞ്ഞു തരുന്നത്. ഒരു പുഴയുടെ തീരം എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ ഉണർത്തുന്നത്. സത്യത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അറിയില്ല ഒരിക്കലും. അതാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം. ഈശ്വരൻ നമ്മുടെ മുന്നിൽ വന്നു നിന്നാൽ. ഇന്ന് നമ്മളോടൊപ്പം മോക്ഷയുടെ പ്രിയപ്പെട്ട മോചിതയാണുള്ളത്. നമസ്കാരം മാം. പേര് പോലെ തന്നെ മോചിദാസ് മോക്ഷ. മോക്ഷ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിലേക്ക് വരുന്നത് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുക എന്നൊരു സങ്കല്പം തന്നെയാണ്. ഇപ്പോൾ മാമിൻ്റെ ഒരു യാത്രകളാണെങ്കിൽ തന്നെ ഒരുപാട് യാത്രകളുണ്ട്, ഭാരതത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ. അപ്പോൾ ആ യാത്രകളുടെ ഇടയ്ക്ക് ഇപ്പോൾ മോക്ഷം എന്ന് പറയുന്നൊരു സങ്കല്പം അല്ലെങ്കിൽ അതൊരു മറ്റൊരു തലത്തിലായിരിക്കാം, പലരുടെയും ഡെഫിനിഷൻ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ ആ ഒരു മോക്ഷപ്രാപ്തിയിൽ എത്തി എന്നൊരു തോന്നലുണ്ടാക്കിയ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ യാത്രകൾ? ആദ്യം നമ്മൾ ഈ മോക്ഷം എന്നുള്ള വാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു പൂർണ്ണതയിൽ എപ്പോഴോ എത്താനിരിക്കുന്ന ഒന്ന്, അതായത് മിക്കവാറും മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്നാണ് പലരുടെയും വിചാരം. അതായത് നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മളിവിടെ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം നമ്മൾ ഒരു കണക്ക് പുസ്തകം ഉണ്ടാക്കുന്നുണ്ട് ആരോ. ആ കണക്ക് പുസ്തകങ്ങളിൽ നമ്മളുടെ ചെയ്തികൾ, നമ്മളുടെ ഗുഡിനൊക്കെ ഗുഡ് ആൻഡ് ബാഡ് ടിക്ക് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഗുഡിന്റെ ഒരു ടോട്ടൽ എടുത്തിട്ട് അതിലാണ് നമുക്ക് മോക്ഷം എന്നാണ് കരുതുക. അങ്ങനെയാണ് അതിൻ്റെ സങ്കല്പം. വളരെ സുന്ദരമായിട്ടുള്ള സങ്കല്പമാണത്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ആ ഗുഡ് ഡൂയിങ്സിനുള്ള ഒരു ഇൻറ്റൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യാന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ് ഈ മോക്ഷമൊക്കെ സംഭവിക്കുന്നത്. അതായത് നമ്മളുടെ പ്രവർത്തികൾ, നമ്മളിൽ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിലെ മോക്ഷം. അപ്പോൾ എൻ്റെ വൃന്ദാവന യാത്രകളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടൊരു വലിയ തത്വമുണ്ട്. അതായത് ഭഗവാൻ രാസലീല ആടുന്നുണ്ടല്ലോ, രാസലീല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ രാസലീലയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്, ഇപ്പോൾ കവികളായാലും അല്ലെങ്കിൽ കഥകളിലൂടെയൊക്കെ ആയാലും മനസ്സിലാക്കി കഴിഞ്ഞാൽ എവറി ഈവനിങ് ഉള്ള ഒരു DJ പാർട്ടി. എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, ഈ രാസലീല ശരിക്കും ഭഗവാൻ നടത്തുന്ന DJ പാർട്ടി അല്ലേ എന്ന്. ശരിക്കും എല്ലാ ഗോപികമാരെ വിളിക്കുന്നു, സ്ത്രീകൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ, പുരുഷൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ദിലീപിന്റെ ഒരു സിനിമയില് ഉള്ള ഒരു പാട്ട് വെച്ചിട്ടായിരിക്കും പലപ്പോഴും. ആ പാട്ടുകൾ മാത്രമല്ല, കൃഷ്ണനെ നമ്മൾ എങ്ങനെയാണ് പലപ്പോഴും രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരാള് ഒരു സ്ത്രീയോട് അമിത താല്പര്യം കാണിച്ചു ഉടനെ പറയാം അതൊരു ഗോപാലകൃഷ്ണനാണ് എന്ന് പറയും. ഈ ഗോപാലകൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം, അതുപോലെ കൃഷ്ണൻ എന്ന മഹത്തരമായ തത്വത്തെ ഒന്നും മനസ്സിലാക്കാത്തവരാണ്. ഒരിക്കൽ നമ്മൾ കൃഷ്ണൻ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അതൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാവുന്ന വൃന്ദാവനത്തിലാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഈ ഒരു ആനന്ദം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് എന്താ, നമുക്കിപ്പോൾ ഇപ്പോൾ രാഹുലിന് ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടി എഴുന്നേറ്റൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഉച്ചത്തിലൊരു പാട്ട് പാടണം എന്ന് തോന്നിയാൽ രാഹുലിന് എന്താ വേണ്ടത്? അതിന് സാഹചര്യം അതിനനുസരിച്ച് ഉണ്ടോ എന്ന് നോക്കും. സാഹചര്യം വേണം തീർച്ചയായിട്ടും. എന്നാലും രാഹുലിന്റെ ഉള്ളിലൊരു ശക്തി വേണം അല്ലേ? രാഹുലിന് അത് ചെയ്യാനുള്ളൊരു പ്രേരണ, ഒരു ശക്തി വേണം. ഈ ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശക്തി എന്ന വാക്ക് തന്നെ ഒരു സ്ത്രൈണതയുള്ള വാക്കല്ലേ? നമ്മൾ ഭഗവതിയാണ് ശക്തി എന്ന് വിശേഷിപ്പിക്കാൻ. ആ എനർജി അല്ലെങ്കിൽ ആ ശക്തി നമ്മൾ മലയാളത്തിൽ സംസ്കൃതത്തിൽ പറയുമ്പോൾ അതൊരു സ്ത്രൈണഭാവമാണ്. ഈ സ്ത്രൈണതയാണ് ഗോപികമാരിൽ നിറഞ്ഞു നിൽക്കുക. അതാണ് ഗോപികമാരെ മാത്രം രാസലീലയിലേക്ക് വിളിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാസലീലയിൽ ഗോപികമാർ മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ആ ഒരു മൊമെന്റിൽ അന്ന് രാവിലെ മുതൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം പലതരം ജോലികളിലുള്ളവരാണ്, പലതരത്തിൽ ഇപ്പോൾ ഗോപികമാരെ തന്നെ ആയാലും അവരെല്ലാം കല്യാണം കഴിഞ്ഞവരാണ്, കുട്ടികളുള്ളവരാണ്, പല പല കാര്യങ്ങൾ ചെയ്യുന്നവർ. പക്ഷെ കൃത്യം ഒരു സമയമാകുമ്പോൾ നിധുവനത്തിൽ നിന്ന് ആ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ അവരുടേതായ എല്ലാ കാര്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് കൃഷ്ണനരികിലേക്ക് എത്തുന്നു. ഇതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും എല്ലാ ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ നമുക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു മീ ടൈം എന്ന് പറയുന്ന, ഞാൻ എനിക്ക് വേണ്ടി എന്നെ റെസ്പെക്ട് ചെയ്യാൻ, എന്നെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഈ സമയമാണ് യഥാർത്ഥത്തിൽ
രാസലീല എന്ന് പറയുന്നതും ഇത് തന്നെയാണ് നമ്മുടെ മോക്ഷം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആനന്ദത്തോടു കൂടി പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ധാരണയിൽ ഇരിക്കാം. അതിൽ മറ്റൊരു ചിന്തയും നമ്മളെ തടസ്സപ്പെടുത്താതിരിക്കുക. പല ആവശ്യങ്ങളും, അതായത് എനിക്കിപ്പോൾ കാറ് വേണം, വീട് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് എനിക്കൊരു വലിയ സന്തോഷം തോന്നുന്നു, എനിക്കൊരു വലിയ ആനന്ദം തോന്നുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം. ഇപ്പോൾ പല ആൾക്കാരും പല പുസ്തകം എഴുതുന്ന, ഇപ്പോൾ റോബിൻ ശർമ്മ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ദ മോങ്ക് ഹൂ സോൾഡ് ഹിസ് ഫെരാരിയിൽ, അതുപോലെ തന്നെ ഫാമിലി വിസ്ഡം തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം പ്രധാനമായിട്ട് എടുത്തു പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണെന്ന് കരുതുന്നതായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മുടെ സന്തോഷത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വലിയ നമ്മൾ നേടിയ പേരോ പ്രശസ്തിയോ അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. അതിനകത്ത് ഫാമിലി വിസ്ഡത്തിലൊരു ക്യാരക്ടർ ഉണ്ട്. അവർ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഐസിയുയിൽ കിടക്കുകയാണ്. ലൈഫ് അങ്ങനെ ഒരു എന്താ പറയുക, ജീവിതത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവരുടെ മെമ്മറിയിലേക്ക് വരുന്ന അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ ബ്രദറുമായിട്ട് അവർ കളിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബട്ടർഫ്ലൈക്ക് വേണ്ടി, ബട്ടർഫ്ലൈയുടെ ആകൃതിയുള്ള ഒരു ലോക്കറ്റിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ഈ ലോക്കറ്റാണ്, ആ ലോക്കറ്റ് അവരുടെ കയ്യിൽ കിട്ടിയത്, അല്ലെങ്കിൽ ചേട്ടൻ സന്തോഷത്തോടുകൂടി കൊണ്ടുവന്ന് കൊടുത്ത മൊമെൻ്റൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റായിട്ട് അവർ റിയലൈസ് ചെയ്യുന്ന മരണക്കിടക്കിൽ കിടക്കുമ്പോൾ. അതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നിമിഷങ്ങളെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ വലിയ കാര്യമൊന്നും അല്ല എന്ന് കരുതിയ നിമിഷങ്ങളായിരിക്കും നമ്മളെ വലിയ സന്തോഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത്തരം ആനന്ദങ്ങളാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷം. അപ്പം അതുകൊണ്ടാണ് യാത്രയിൽ അങ്ങനെ കിട്ടിയൊരു മൊമെന്റ്. തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഉടനീളം അങ്ങനെയുള്ള മൊമെന്റുകളാണ് ഉണ്ടാവുന്നത്. അതിപ്പോൾ നമ്മൾ ആ യാത്ര ചെയ്യുന്ന ഭൂമി നമ്മളിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കും. ഇപ്പം കാശി എന്ന് പറയുമ്പോൾ കാശിയിലേക്ക് നമ്മളിപ്പോൾ ഉത്തർപ്രദേശിലെ ഒരു ജില്ലയിലേക്ക് നമ്മൾ വെറുതെ നടത്തുന്നൊരു യാത്രയല്ല. ഇപ്പോൾ വൃന്ദാവനം, മധുരയിലേക്ക് നമ്മൾ പോകുന്നു, അല്ലെ മധുരയിൽ പോയി കാണുന്നു, കുറേ കാഴ്ചകൾ കാണുന്നു, അങ്ങനെ അല്ലാതെ ഇതെല്ലാം ആ സ്ഥലങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന കുറേ ഊർജ്ജമുണ്ട്. അതായത് ഇപ്പോൾ മധുര എന്ന് പറഞ്ഞാൽ 5250 വർഷങ്ങൾക്ക് മുൻപ് ഭഗവാൻ അവിടെ ജനിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് എങ്കിൽ ആ സ്ഥലത്തിൽ അവിടെയുള്ള ഭഗവാൻ ജനിക്കാൻ തിരഞ്ഞെടുക്കുമ്പോഴേക്കും തന്നെ അവിടെ മലകൾ പുഴകളൊക്കെ സെറ്റായിരുന്നതാണ്. ആദ്യം അവരൊക്കെ വന്നു, ഗോവർദ്ധനഗിരി, യമുന നദി, ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഭഗവാൻ വന്നതാണ്. അപ്പോൾ ഈ ഭഗവാൻ വന്ന സ്ഥലത്ത്, ഭഗവാൻ ഇരുന്ന സ്ഥലത്ത് ആ എനർജി ഈ മരങ്ങളും ഈ പുഴയും മലയും ഒക്കെ എന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അവിടെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ മാത്രമാണ് ഈ മധുര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൃന്ദാവനം എന്ന് പറയുന്നത് നമ്മളിലൊരു വളരെ ആനന്ദം നിറയ്ക്കുന്ന ഒരു അനുഭവമാണ്. വൃന്ദാവനത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മൾ വളരെ ലോജിക് സെൻസിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ, കിലോമീറ്റേഴ്സ് യാത്ര ചെയ്ത് പോകുന്നവർ, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് മാത്രം കാര്യങ്ങളെ സമീപിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെയൊക്കെ അത്തരം അപ്രോച്ചുകളെയൊക്കെ മാറ്റിമറിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ യാത്രകളെ പല സ്ഥലങ്ങൾ. ഇപ്പോൾ വൃന്ദാവനം, കാമാഖ്യ, കാശി. നമ്മൾ മോക്ഷയുടെ യാത്രകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ടൂർ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോവാം, പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോവാം, അങ്ങനെ ഒരു രീതിയില്ല. ചെറിയ ചില സ്ഥലങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൗരാണികമായിട്ട് പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ തന്നെ അതിൻ്റെ ഉൽപ്പത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചൈതന്യങ്ങളെ സൂക്ഷിക്കുന്ന സ്ഥലമായിരിക്കും. എന്തായിരിക്കും ഇത്രമാത്രം അഘോരികൾ കാശിയിലേക്ക്, അല്ലെങ്കിൽ സന്യാസിമാർ, ആരും ആയിക്കൊള്ളട്ടെ, ആരാണ് എന്താണ് അന്വേഷിക്കുന്നത് അവർക്ക് അതിനുള്ള ഉത്തരങ്ങൾ കാശി കൊടുക്കും. എന്തുകൊണ്ടായിരിക്കും കാശി? ഇപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാശി ചെന്ന് കഴിഞ്ഞാൽ കുറേ വിദ്യാർത്ഥികളെ കാണാൻ പറ്റും. ചിത്രം രചന, ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരുണ്ട്, അതല്ലാതെ ഇപ്പോൾ ചിത്രം വര പഠിക്കുന്നവർ, പിന്നെ മ്യൂസീഷ്യൻസ്. രാത്രി ഒരു 10 മണിക്കൊക്കെ കാശിയിലെ ഘാട്ടുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ പല മ്യൂസീഷ്യൻസ് പലയിടത്തിരുന്ന്, ചിലർ ഓടക്കുഴൽ വായിക്കുന്നു, ചിലർ ഗിത്താർ വായിക്കുന്നു, വയലിൻ വായിക്കുന്നു, അവരങ്ങനെ ചെയ്യുന്നു. പിന്നെ കുറേ ആത്മീയ അന്വേഷണം നടത്തുന്നവർ, കുറേ പേര് അതല്ലാതെ പിന്നെ സ്പിരിച്വൽ സീക്കേഴ്സ് അല്ലാതെ കുറേ അല്ലാതെയുള്ള വേദങ്ങൾ പഠിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫിലോസഫി പഠിക്കണം എന്ന് വിചാരിക്കുന്നവർ, ഇതൊന്നുമില്ലാതെ ഒന്നും അറിയാതെ കാശി എന്ന് കേട്ട് മാത്രം അതിൽ ആകർഷകരായിട്ട് വരുന്നവർ, കാശി വിശ്വനാഥനെ തൊഴണം ഭക്തിയോടുകൂടി വരുന്നവർ, ഇങ്ങനെ പല പല ആൾക്കാർ കാശിയിൽ. ഇതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ തേടി വരുന്നത് രഹസ്യമാണ്, എല്ലാവരും തേടുന്നത് രഹസ്യമാണ്. പിന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷകളോടുകൂടി വരുന്നവരുണ്ട് കാശിയിൽ. പലരും ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ രഹസ്യങ്ങൾ അന്വേഷിച്ച് വരുന്നവർ, എല്ലാവരും അവിടെ വരും. പക്ഷെ കാശിയുടെ രഹസ്യം വെളിപ്പെടണമെങ്കിൽ കാശി വിചാരിക്കണം, കാശിയിലെ ആ മൂർത്തികൾ വിചാരിക്കണം. കാശി സൂക്ഷിക്കുന്ന കുറേ പേരുണ്ട്. ഇപ്പം ഹിമാലയത്തെ സൂക്ഷിക്കുന്ന കുറേ അധികം അവധൂതന്മാർ, സന്യാസിമാർ, ഗുരുപരമ്പരകളിൽപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ കാശി സൂക്ഷിക്കുന്നവരുണ്ട്. കാശി വിശ്വനാഥൻ മാത്രമല്ല, നമ്മൾ ഈ പറയില്ലേ അവിടെ 64 ഭൈരവന്മാരുണ്ട്, 56 ഗണപതിമാരുണ്ട്, ഇവരാണിത് സംരക്ഷിക്കുന്നതെന്ന് പറയും. അല്ല 8 ഭൈരവന്മാർ,
അഷ്ടദിക്കുകളിലും 8 ഭൈരവന്മാരുണ്ട് പറയും. അപ്പം ഈ 56 ഗണപതി എന്ന് പറയുന്നത് 7 ലോകങ്ങളുടെയും 8 കോണുകളിലും നിൽക്കുന്ന ഗണപതിമാരാണ്. അങ്ങനെയുള്ള 56 ഗണപതിമാരാണ് കാശി ഭരിക്കുന്നത്. നികുംഭന്മാരെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചരിത്രം കൂടിയാണ്. അതായത് കാലാകാലങ്ങളിൽ മനുഷ്യന്റെ സംസ്കാരം ഉണ്ടായി വന്നപ്പോൾ ഓരോ തലങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ മനസ്സിലാക്കിയത്, ഈശ്വര ചൈതന്യങ്ങളെ അറിഞ്ഞത് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കാശി പറഞ്ഞു തരുന്നത്. ഒരു പുഴയുടെ തീരം എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ ഉണർത്തുന്നത്. അതിന് മുന്നേയുള്ള ആൾക്കാർക്കും ഈശ്വരീയമായ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇത് ഈശ്വരീയമാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയത് കാശിയിലൊരു സംസ്കാരം ഉണ്ടായി വന്നതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അത് തിരഞ്ഞെടുക്കും. എപ്പോൾ എല്ലാ സീക്കേഴ്സും എന്തന്വേഷിച്ചാലും അതിൻ്റെ ഉത്തരം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗുപ്തമാക്കിയിട്ട്. കാശിയിൽ ഉജ്ജയിനിൽ അതുപോലുള്ള കുറേ സ്ഥലങ്ങൾ അത് ഗുപ്തമാക്കി വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമ്മളിങ്ങനെ ഒന്ന് ചെല്ലുക, അന്വേഷിക്കുക, കാണുക, മനസ്സിലാക്കുക. നമ്മൾ അന്വേഷിക്കുന്നതെല്ലാം കണ്ടെത്തിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക. അന്വേഷണത്തിൻ്റെ ഒരു പാതയിൽ എവിടെയോ വെച്ച് നമ്മൾ പോലും അറിയാതെ വെളിവാകപ്പെടുന്നതാണ് സത്യം എന്ന് പറയുന്നത്. സത്യത്തെ വെളിപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ അറിയില്ല ഒരിക്കലും. അതാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം. ഈശ്വരൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ നമ്മൾ വിശ്വസിക്കില്ല. ഈശ്വരൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാൽ അതേ രൂപം കാരണം നമ്മൾ വിചാരിക്കുന്ന രൂപങ്ങളുണ്ട്. ആദ്യത്തെ നിമിഷം നമ്മൾ വിശ്വസിക്കില്ല. ഇതിങ്ങനെ ഈശ്വരൻ വന്ന് നിൽക്കുമോ എന്നായിരിക്കും നമ്മൾ ആദ്യം നമ്മളെ തന്നെ സംശയിക്കും. വേണമെങ്കിൽ ഒന്ന് നുള്ളി നോക്കും. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അങ്ങനെ ആയിരിക്കില്ല നമ്മുടെ മുന്നിലേക്ക്. കാശിയിൽ വെച്ച് ആ രഹസ്യം വെളിപ്പെട്ടിരുന്നു. കാശിയിൽ സദാ ആ രഹസ്യം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സദാ എപ്പോഴും എന്ന് വെച്ചാൽ മമ്മിന്റെ യാത്രയിൽ അതായത് എൻ്റെ ആദ്യത്തെ യാത്ര മുതൽ കാശിയിൽ നമ്മൾ ഓരോ അണുവിലും നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള സത്യങ്ങളാണ്. ഞാൻ ഇതിന് മനസ്സിലേക്ക് ഓടി വന്ന ഒരു ഇൻസിഡന്റ് പറയാമോ കാശിയിൽ വെച്ച്? എപ്പോഴും ഉള്ളത്. ഞാൻ ഇതിന് മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കാശി എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. കാശിയിലേക്ക് പക്ഷെ ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ഞാൻ കാശിയെ കാണുമ്പോൾ വല്ലാതെ കാതടപ്പിക്കുന്ന ശബ്ദം, വൃത്തികെട്ട ഒരു നഗരം, ദുർഗന്ധം. പിന്നെ മെയ് മാസത്തിലാണ് ചെല്ലുന്നത്, അതികഠിനമായ ചൂട്. അങ്ങനെയൊക്കെ കാശി വല്ലാണ്ട് വെറുത്ത് പോയിട്ട് കാശിയെ കാണണ്ട, ഇങ്ങനൊരു കാശിയല്ല ഞാൻ വിചാരിച്ചത്, കാശിയിൽ നിൽക്കുകയും വേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ആദ്യമായിട്ട് കാശിയിലേക്ക് ചെല്ലുമ്പോൾ. അന്നൊരു വൈകുന്നേരം ഒരു സന്ധ്യാനേരത്ത് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആസിഘാട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത്, ആസിഘാട്ടിൽ ഇന്നുണ്ട് ഹാർമണി ബുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ടൊരു സന്യാസി, അവിടെ ഒരു ഭസ്മമൊക്കെ പൂശിയിട്ടൊരു നാഗബാബയെ പോലെ സന്യാസിയാണ്. പക്ഷെ ഫോറിനർ ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. അദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെ അങ്ങേക്ക് കാശിയിൽ നിൽക്കാൻ പറ്റുന്നു എന്നുള്ള എൻ്റെ സ്വാഭാവികമായ ആകാംക്ഷ കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം കാശിയെക്കുറിച്ച് പറഞ്ഞത്. കാശിയുടെ ഹൃദയ താളങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോഴാണ്. അപ്പം മാത്രമാണ് അദ്ദേഹം കൈപിടിച്ച് കാശിയെ കാണിച്ചു തരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ കാശി. നമ്മളിങ്ങനെ നിറയെ വെളിച്ചങ്ങളോടും, അതുവരെ നമ്മൾ കണ്ടത് ഓടയും ശബ്ദവും ഒക്കെ ആണെങ്കിൽ ഈ ശബ്ദങ്ങൾക്കെല്ലാം അപ്പുറത്ത് കാശി ഇങ്ങനെ ഗുപ്തമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സൈലൻസ് ഉണ്ട്, ഒരു ഗംഭീരമായ സൈലൻസ്. ആ സൈലൻസ് എന്ന് പറയുന്നത് കാശിക്ക് മാത്രമേ, കാശി ഓരോ സ്ഥലങ്ങൾക്കും ഉണ്ട് കേട്ടോ, എല്ലാ സ്ഥലങ്ങൾക്കല്ല, പക്ഷെ കാശിക്ക് അത് വളരെ പ്രകടമായിട്ട് തരാൻ പറ്റും. അങ്ങനെയാണ് ആദ്യമായിട്ട് കാശിയെ കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നീട് ഓരോ യാത്രകളിലും ഞാൻ അന്ന് അദ്ദേഹം കാണിച്ചു തന്ന കാശിയാണ് കാണും. പിന്നീട് ഒരിക്കൽ നമുക്ക് ഈ സ്വാഭാവികമായ ആകാംക്ഷയാണല്ലോ മനുഷ്യർക്ക് എപ്പോഴും ഉള്ളത്. എല്ലാ കാര്യത്തിലും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എന്താണ് അഘോരികൾ, എന്താണ് ഈ അഘോര ഭാവങ്ങൾ എന്താണ്. അപ്പം നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ പലരുടെ അനുഭവം കേൾക്കുമ്പോൾ അങ്ങനെയുള്ളൊരു ആകാംക്ഷ വരും. അപ്പം ഞങ്ങൾ കാശിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരു യാത്രയുടെ സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് ഇത്തരത്തിൽ കൗതുകമുള്ള കുറച്ച് പേര്, അതായത് 2014-15 കാലഘട്ടത്തിലാണ് ഞങ്ങൾ കാശിയിലേക്ക് പോയിട്ട്. അതൊന്ന് ചിത്രീകരിക്കാനൊന്നുള്ള പദ്ധതിയൊന്നുമല്ല, അല്ലാതെ പോയതാണ്. ആ സമയത്ത് ഇങ്ങനെ ഗംഗയുടെ അക്കരയ്ക്ക് പോകരുത്, ഗംഗയ്ക്ക് അക്കരയിൽ വനമാണ്, വനത്തിൽ പോയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല ആ ഭാഗത്ത് നിന്ന്. അപ്പം ഞങ്ങളുടെ ഒരു ഗൈഡ് പറഞ്ഞു, ഞങ്ങളുടെ ഗൈഡ് എന്ന് പറയുന്നത് ഗ്യാനു പാണ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഗ്യാനു പാണ്ഡെ തുളസീദാസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയ ഗുണ്ടയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ പോകണം, അവിടെയാണ് ഈ ബാബമാരെല്ലാം ഇരിക്കുന്നത്, വലിയ ദിവ്യന്മാരായിട്ടുള്ള ബാബമാരെല്ലാം അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു എങ്ങനെയായാലും അത് കാണും. അപ്പോൾ അവരെ എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? അപ്പോൾ അത് രാത്രിയാണ് അവരിങ്ങനെ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പോയപ്പോൾ കണ്ടു, അഗ്നി കൂട്ടിയിട്ടിട്ട് അവരെല്ലാവരും നൃത്തം ചെയ്യുന്നത് കണ്ടു, അവർ പാടുന്നത് കേട്ടു, അതിൽ സ്ത്രീകളും ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതോടുകൂടി നമുക്കൊരു ആകാംക്ഷ വരികയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് രാത്രി 12 മണിക്ക് ചെറിയൊരു ബോട്ട് എടുത്തിട്ട് ആ ബോട്ടിൽ അക്കരയ്ക്ക് പോകാൻ. ഈ അക്കരയ്ക്ക് ചെല്ലുന്ന സമയത്ത്, അക്കരയിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിനെ അറിയാവുന്ന ഒരു വൈബ്രേഷൻ നമ്മളിങ്ങനെ, അതായത് നമ്മുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. ആദ്യം നമുക്ക് തോന്നുന്ന ഹൃദയം ഇങ്ങനെ ശക്തമായിട്ട് മിടിക്കുകയാണ്.
അത് കഴിഞ്ഞിട്ട് കൈകാലുകളൊക്കെ വിറയ്ക്കുന്ന പോലത്തെ എന്തോ ഒരു ദും 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 എന്നുള്ളൊരു താളവും ശംഭോ 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 നമ്മൾ ഊഹിക്കുകയാണ്. ഭോ ശംഭോ എന്ന് പറയുന്ന പോലെ ഒരു ശബ്ദമാണ് കേൾക്കുന്നതെന്ന് നമ്മൾ ഊഹിക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് പറയാണ് ശംഭോ എന്നായിരിക്കും ജപിക്കുന്നത് എന്ന് പറയാണ്. ഈ ഡമരു അല്ലെങ്കിൽ ഡമരു അല്ല, ഒരു ദും 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 എന്നൊരു ശബ്ദം കേൾക്കാം. അപ്പോൾ ഇതിങ്ങനെ അടുക്കും തോറും നമ്മൾക്ക് ഇങ്ങനെ ആ വിറയൽ കൂടിയിട്ട് വള്ളം അക്കരയ്ക്കെത്തി നമ്മൾ കാലെടുത്ത് ഇങ്ങനെ അക്കരയിലേക്ക് വെക്കുകയാണ്. അക്കരയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാല് വിറച്ചിട്ട് നമുക്ക് ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. അതായത് കാലിങ്ങനെ വല്ലാണ്ട് വിറയ്ക്കാണ്, അകത്തേക്ക് പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ശബ്ദവും വല്ലാത്ത ഒരു തരം ഉച്ചത്തിൽ എന്തൊക്കെയോ വാക്കുകൾ പറയുന്നതും ഒക്കെ മാത്രം കേട്ടിട്ട് ഞങ്ങൾ വേഗം, അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ ഗ്യാനു വന്നിട്ട് പറഞ്ഞു വേണ്ട നമുക്കിനി ഇവിടെ നിൽക്കേണ്ട, പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇക്കരെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം, എന്താ പറ്റിയേ, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം. ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്നാൽ ശരി ഇക്കരെ വന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് നോക്കുമ്പോൾ ഒന്നുമില്ല, ഗ്രെയിൻസ് അല്ലാതെ ഈ പോയതോ രാത്രിയുടെ ശബ്ദവും ഗ്രെയിൻസും മാത്രമേ ഉള്ളൂ. ഈ പോയ വഴിയിൽ നമ്മൾ അവിടെ ഒരു ദീപമൊക്കെ എല്ലാം തോന്നൽ പോലെ ഒരു ദീപം അക്കരെ കണ്ടിട്ടാണ് ഈ ദീപത്തെ ലക്ഷ്യം, ഒരു ഫയർ കാണുന്നുണ്ട്, അത് ലക്ഷ്യം വെച്ചാൽ നമ്മൾ അക്കരയ്ക്ക് പോയത്. ഒന്നും കണ്ടിട്ടില്ല, അതിനകത്ത് ഒന്നും കാണുന്നുമില്ല. ഞങ്ങൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, എന്താണ് നമ്മൾ കണ്ടതെന്നോ എന്താണ് മനസ്സിലാക്കിയെന്നോ ഒരു ഓർമ്മയും കിട്ടുന്നില്ല.